കൊല്ലം ജില്ലയിൽ ഏറെ വൈകിയാണ് പലയിടത്തും വോട്ടിംഗ് പൂർത്തിയായത്. 67.97% നിലവിലെ പോളിംഗ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞെങ്കിലും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് എല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. കൊല്ലത്ത് 67.97% ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വളരെ കുറവാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ 74% വോട്ട് രേഖപ്പെടുത്തിയെടുത്താണ് ഇവിടെ 67% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ ഇത്തരത്തിൽ വളരെയധികം വോട്ട് ശതമാനം കുറഞ്ഞത് മൂന്ന് മുന്നണികളെ തന്നെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ടാകുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ അറിയേണ്ടത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും വോട്ടിംഗ് വൈകിയിരുന്നു. രാത്രി 8:30 ആണ് പല സ്ഥലങ്ങളിലും വോട്ടിംഗ് അവസാനിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുണ്ടറയിലാണ്. ഞാൻ കണക്കുകൾ പറയാം. ചവറ മണ്ഡലത്തിൽ 69.03 പുനലൂരിൽ 65.32 പുനലൂരിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചടയമംഗലത്ത് 68.69, കുണ്ടറയിൽ 69.31. കുണ്ടറയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലത്ത് 68.62, ഇരവിപുരത്ത് 67.88, ചാത്തന്നൂർ 67.08 എന്നിങ്ങനെയാണ് വോട്ടിംഗ് കണക്കുകൾ ഉള്ളത്. ഇത്തരത്തിൽ ഇന്ന് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഈ മുന്നണികളെ തന്നെ അസ്വസ്ഥതപ്പെടുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ പറഞ്ഞത് ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ്. വിജയത്തിൻ്റെ ആത്മവിശ്വാസം അവർ പങ്കുവച്ചെങ്കിലും വൈകിട്ടോടുകൂടെ തന്നെ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ഡിലേ വന്നത് വലിയ തോതിൽ ബുദ്ധിമുട്ടുകളാക്കി. പല സ്ഥലങ്ങളിലും ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങിയതും സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. എവിടെയാണ് ഇത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂട്ടിക്കിഴക്കേണ്ടതുണ്ട്. മാത്രമല്ല ചവറയിലടക്കം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറ്റെവിടെയെങ്കിലും അക്രമ സംഭവങ്ങളൊന്നും കൊല്ലം ജില്ലയിൽ, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യങ്ങൾ. എന്തായാലും ഈ തവണ വോട്ട് അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ ഘടികാരത്തിൽ ആരുടെ സമയമാകും തെളിയുക എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ, LDF സ്ഥാനാർത്ഥി M മുകേഷ്, BJPയുടെ സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ എന്നിവരാണ് പ്രധാന മുന്നണികളായി മത്സരിച്ചത്. മൂന്ന് പേരും തന്നെ വലിയ ആത്മവിശ്വാസം പങ്കുവച്ചിരുന്നു. എന്തായാലും ഇനി ജൂൺ 4 ആരായിരിക്കും ഇവിടെ MP ആകുക എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ആര്യ.